ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചാലോ? മകളെ കുറിച്ച്, പേരക്കുട്ടിയെ കുറിച്ച് എല്ലാം അറിയണം. ബാംഗ്ലൂരിലാണ് എല്ലാവരും താമസിക്കുന്നത്. മോളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനും എൻ്റെ ഭർത്താവും വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. രാവിലെ എണീറ്റ് വേണമെങ്കിൽ വാക്കിംഗ് പോകുമ്പോ മോളെ കാണാം, അവിടെ പോയി എത്താം. അങ്ങനെയാണ്. മകളുടെ പേര് പ്രഥമ ആണ്. പേരക്കുട്ടിയുടെ പേര് സ്ഫടിക ആണ്. കുറുമ്പിയാണോ സ്ഫടിക? നല്ല മിടിക്കുക, നല്ല മിടിക്കുക. വെരി ഷ്രൂഡ്. എന്താ വിളിക്കുക പേരക്കുട്ടി? പേരക്കുട്ടിയെ ഹണി എന്നാണ് വിളിക്കും. തിരിച്ചെന്താ വിളിക്കുക? തിരിച്ച് ഇന്ന എന്നാണ് വിളിക്കുന്നത്. അറിയാ, അതൊന്നല്ല, ഞാൻ പറയാം. അതിനൊരു കഥ ഉണ്ട്. കന്നഡയിലെ മുത്തശ്ശിക്ക് അമ്മുമ്മയ്ക്ക് അജ്ജി എന്നാണ് പറയുന്നത്. അജ്ജി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി, അമ്മുമ്മ. അപ്പൊ ആ കുട്ടിക്ക് എന്നെ അജ്ജി എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ അജ്ജിയെ പോലെ തോന്നുന്നില്ല. അടിപൊളി. അപ്പൊ വിനയ അജ്ജി അങ്ങനെയാണ് തുടങ്ങിയത്. വിനയ അജ്ജി. അത് വലിയ ഇതായി പോയല്ലോ. എന്റെ ഹണിയെ പോലെ വേറെ എന്തെങ്കിലും പേര് വേണം. അപ്പൊ ഇന്ന് ആക്കാന്ന് ഇന്ന അങ്ങനെ ഒരു ഇന്നാണ് വിളിക്കുന്നത്. അത് വിനയയുടെ അങ്ങനെ അത് അവള് തന്നെ ആക്കിയതാ. അതെ, കാരണം കുഞ്ഞിനെ മുത്തശ്ശീന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അല്ലല്ലോ സത്യമായിട്ട്. എങ്ങനെ നമ്മൾ മുത്തശ്ശീന്ന് വിളിക്കും? പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വിളിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശി ഞാൻ വിളിച്ചാൽ മതി. മുത്തശ്ശി അല്ല, എന്റെ പേരക്കുട്ടിയായിരിക്കണം, നിങ്ങളല്ല. പ്രഥമ വർക്ക് ചെയ്യുന്നുണ്ടോ? പ്രഥമ വർക്ക് ചെയ്യുന്നുണ്ട്. ഷീ വർക്ക്സ് ഫോർ കണ്ടന്റ് മാനേജ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ഹയർ പ്രൈമറി സ്കൂൾ. അല്ലാതെ കഥക് ഡാൻസറും കൂടിയാണ്. അതെ. അപ്പൊ ചേച്ചി ഡാൻസ് പഠിച്ചില്ലെങ്കിലും മോളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. ഓക്കെ. ആൻഡ് ഒരു ആങ്കറും കൂടിയാണ്. അതും ഞാൻ അറിഞ്ഞു. അത് അറിഞ്ഞപ്പോ മുതൽ എനിക്കൊരു പേടിയൊക്കെ തോന്നി. ഈശ്വര, ഞാൻ ഇവിടെ ഇരുന്ന് എന്താണോ പറയുന്നത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു ആങ്കറിംഗ് ലൈഫിൽ ചേച്ചി എങ്ങനെയായിരുന്നു? ഹീറോയിൻ ആയി കഴിഞ്ഞ ശേഷമാണ് കുറെ ഈ ആങ്കറിംഗ് ഒക്കെ ചെയ്തത്. പിന്നെ അത് വലിയ പ്രോഗ്രാംസ് ആയിരുന്നു. ഒരു 10,000 ഓഡിയൻസ്, 5,000 ഓഡിയൻസ്, ഇങ്ങനെയാണ് ലൈവ് പ്രോഗ്രാംസ് ഒക്കെയാണ്. അപ്പൊ ഈ ടോക്ക് ബാക്കോ മറ്റേതോ അതൊന്നും ഇല്ല കേട്ടോ. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനവും ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ. അപ്പൊ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ SP ബാലസുബ്രഹ്മണ്യം സാറിന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ മേലത് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന പല പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു കന്നഡയിൽ. എന്നിട്ട് ആ പാട്ടുകൾ ഞാൻ പാടുന്നു. ഇതില് പ്ലേ ബാക്ക് ഞാനല്ല പാടിയത്, പക്ഷേ അത് വളരെ പോപ്പുലർ ആണ്. സ്റ്റേജ് ഷോസിൽ ഞാനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ SP സാർ തന്നെ പറഞ്ഞു, മാഡം നന്നായി പാടുന്നുണ്ടല്ലോ, മാഡം തന്നെ പാടി. അപ്പൊ അങ്ങനെയാണ് പാടാൻ തുടങ്ങിയത്. ഒരു 25 സ്റ്റേജ് ഷോസ് എങ്കിലും ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ട് SP സാറിന്റെ. ആങ്കറിങ്ങും പിന്നെ ഈ കൂടെ ഈ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്.